എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷമീർ. ഇന്നു മുതൽ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ്. മഹാഭാരതം ദർശനവും വിമർശനവും, ഇതാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. ഇത് എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു പ്രധാന കാരണം, നമ്മുടെ ബിംബഭാഷയുടെ മഹാഭാരതം എന്ന പേരിൽ എം സജീന്ദ്രൻ മാഷ്, അദ്ദേഹം കഴിഞ്ഞ 4 വർഷം മുൻപ് തുടങ്ങിയ ഒരു ചാനലായിരുന്നു. ആ യൂട്യൂബിലൂടെ എനിക്കത് കാണാൻ കഴിഞ്ഞു. ഏകദേശം 160-ൽ പരം എപ്പിസോഡുകൾ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞു. ഏതാണ്ട് 200-ൽ പരം എപ്പിസോഡ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ മഹാഭാരതത്തെ നല്ല രീതിയിൽ തന്നെ അതിനെ കാണാനും വിശദീകരിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും തുടക്കം മുതൽ ഇതുവരെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാഭാരതത്തെ സംബന്ധിച്ച് ഏറെ കാലമായി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാവ്യമാണ്. ആ ഒരു കാവ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഓരോ എപ്പിസോഡുകളിലും സംഭവ കഥകൾ വിവരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു അവസാന സമയം, അതിൻ്റെ ഒരു കാതലായ ഒരു വശം, അതിനകത്ത് നമുക്ക് ദർശിക്കാൻ കഴിയുന്ന പലവിധ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു വിശദീകരണത്തിലാണ് യഥാർത്ഥത്തിൽ എനിക്കിതിനെ സംബന്ധിച്ച് ദർശനവും വിമർശനവും ഒക്കെ പറയണമെന്ന് തോന്നിയത്. ഈ മഹാഭാരതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഐതിഹ്യമാണോ, കാവ്യമാണോ, അല്ലെങ്കിൽ ഇതിഹാസമാണോ എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി പറയാൻ കഴിയില്ല. ഇത്രയും ഒരു കാവ്യത്തിന് ഇത്രയും ബാഹുല്യം ഉണ്ടാവുക എന്നുള്ളത് തന്നെ യഥാർത്ഥത്തിൽ അതിശയോക്തിയാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, എലിയഡും ഒഡീസിയും പോലുള്ള പാശ്ചാത്യ ലോകത്തുള്ള അത്തരം അവരുടെ ഗ്രന്ഥങ്ങൾ ഏകദേശം അതിൻ്റെ 10 ഇരട്ടിയിലധികം കാവ്യങ്ങളുണ്ടെന്നാണ്. 1,25,000 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ഈ മഹാഭാരത കാവ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും അവ തഴുകിപ്പോരുകയോ അതല്ലെങ്കിൽ അതിനെ ചേർത്ത് പിടിക്കുകയോ ചെയ്യുന്നു. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും കൃത്യമായ ഒരു മാതൃകാപരമായ ഒരവസ്ഥാവിശേഷം മഹാഭാരത കാവ്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട് മഹാഭാരത കാവ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ മഹാഭാരത കഥ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, മഹാഭാരതം എന്ന് പറയുന്നത് ഒരു കഥ മാത്രമാണ് എന്ന അവകാശവാദം ഉന്നയിക്കുകയും ആ കഥയിലുള്ള യുക്തി അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഒരു കോൺട്രഡിക്ഷൻ എന്നൊക്കെ പറയാം. ഒരു വൈരുദ്ധ്യമാണ്. കഥയാണെന്നുണ്ടെങ്കിൽ ആ കഥയ്ക്കകത്ത് യുക്തി അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ കഥയിലെ ഓരോ കഥാപാത്രങ്ങളും ജീവിച്ചിരുന്നു എന്നതിന് തെളിവുള്ളതായും പറയുന്നു. കഥയാകുമ്പോൾ സ്വാഭാവികമായും അല്പം അതിശയോക്തി കഥകളിലുണ്ടാവും. അതിൻ്റെ യുക്തി നമ്മൾ പരിശോധിച്ചാൽ ആ യുക്തി പരിശോധിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസതലത്തിലുള്ള ആളുകൾക്ക് പലപ്പോഴും അവർ സംശയങ്ങളിലോ അല്ലെങ്കിൽ യുക്തിവാദത്തിലേക്കോ അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്കോ കടന്നേക്കാം എന്ന ഒരു ബുദ്ധിമുട്ട് അതുവഴി ഉണ്ടാവാൻ സാധ്യത. ഈ മഹാഭാരത കഥ അല്ലെങ്കിൽ ഈ കാവ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിഹാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഈ 4 വേദങ്ങൾ കഴിഞ്ഞ് 5-ാം വേദമാണെന്ന് പോലും അഭിപ്രായപ്പെടുന്ന ഈ ഒരു മഹാഭാരത കാവ്യം നമ്മുടെ മലയാളികൾക്ക് സമ്മാനിച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ്
ഇതിനൊരു മലയാള തർജ്ജിമ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു തർജ്ജിമയിലൂടെയാണ് എനിക്കും കുറേ കാര്യങ്ങളൊക്കെ അതുവഴി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ മഹാഭാരത കാവ്യത്തിന് അതിൻ്റേതായ ചില വ്യത്യസ്തതകൾ കാണാൻ കഴിയും. ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ മലയാള ദേശത്തുള്ള ഈ മഹാഭാരത കാവ്യത്തിൻ്റെ വേറൊരു പതിപ്പാണ്. അതല്ലെങ്കിൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളിൽ മഹാഭാരതത്തെ കണ്ടുവരുന്നത്. ഈ മഹാഭാരത കാവ്യം സജീന്ദ്രൻ മാഷിൻ്റെ വിശദീകരണം 100% ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരു ഗുരുനാഥൻ എന്ന് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു ഗുരുവിനോടുള്ള എല്ലാവിധ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഈ കഥകളിലുള്ള ഓരോ സംഭവങ്ങളും വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് അദ്ദേഹം വിമർശിക്കുമ്പോൾ അദ്ദേഹം താഴ്ന്ന ജാതിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വല്ലാതെ അത് വിശദീകരിക്കാറുണ്ട്. ബ്രാഹ്മണ്യത്തെ എപ്പോഴും കോർണർ ചെയ്തുകൊണ്ടിട്ടാണ് അദ്ദേഹം ആ ഒരു വിശദീകരണം ആളുകളിലേക്ക് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടോ മഹാഭാരതത്തിൽ? അങ്ങനെയുണ്ട് എങ്കിൽ തന്നെ ആത്യന്തികമായി നമുക്കതെങ്ങനെയാ പറയാൻ കഴിയുക? ബ്രാഹ്മണ്യം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നമ്മളിലേക്ക് വാമൊഴിയായി നമ്മളിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ആ കഥ തുടങ്ങുന്നത് തന്നെ ഒരു സൂതൻ പറയുന്നു എന്ന കാരണത്താണ്. സൂതനായ ഉഗ്രശ്രവസ്സാണ് ഈ സംഭവം മുനിമാര്, ശൗനകൻ എന്ന് പറയുന്ന മഹാമുനിയുടെ അദ്ദേഹം ഉപാധ്യായനായിട്ടുള്ള ശവനകാത മുനിമാരോടൊപ്പം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ മുനിമാരാണ് ഈ വിഷയം ഉഗ്രശ്രവസിനോട് ചോദിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത്. വ്യാസശിഷ്യനായിട്ടുള്ള വൈശമ്പായനിൽ നിന്നും അദ്ദേഹം കേൾക്കുകയും അത് കേട്ട് അത് മനഃപ്പാഠമാക്കിയിട്ടാണ് ഈ മുനിമാരുടെ അടുക്കൽ വരുന്നത്. ഈ ഒരു സംവിധാനത്തിൽ തന്നെ ഇത് വാമൊഴിയായി അത്ര കണ്ട് പ്രചരിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം ഈ മുനിമാരായിട്ടുള്ള പൂജ ചെയ്യാനും യജ്ഞം നടത്താനും യാഗം നടത്താനുമൊക്കെ കപ്പാസിറ്റിയുള്ള ഈ മുനിമാരാണ് ഈ വിഷയം സൂതനോട് വിശദീകരിക്കാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഉഗ്രശ്രവസ് എന്നാണ്. ശ്രവസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കാതുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കരമായ കാത് എന്ന് നമുക്കതിനെ വിവക്ഷിക്കാൻ കഴിയില്ല. കാരണം കേട്ടാൽ മാത്രം പോരല്ലോ, കേൾക്കുന്നത് മനസ്സിലെത്താനും അത് മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് കഴിയണം. ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാമം പോലും ഉഗ്രശ്രവസ് എന്ന പേര്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുന്നു. അദ്ദേഹം അതിൻ്റെ തുടക്കം മുതൽ ഓരോ വിഷയങ്ങളും അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുക. ഇത് നമുക്ക് മഹാഭാരത കാവ്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ആദിപർവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ ധാരാളം വിശദീകരണങ്ങൾ അതിനകത്ത് പറയുന്നു. അത്രയും വിശദീകരണങ്ങളെല്ലാം കൊടുത്ത് 18 പർവങ്ങളായിട്ട് അതിനെ വിശദീകരിച്ച് സംസാരിച്ച് കഴിയുന്നു. യുഗങ്ങൾ 4 യുഗങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു കാവ്യമായി അത് മാറുക. ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളെയും അതിനകത്ത് ബന്ധിപ്പിക്കുന്നു. ഈ 4 യുഗങ്ങളെയും പ്രതിപാദിക്കുന്നു. ഇത് ഈ മൊഴികൾ ആരുടെ അധരത്തിൻ്റെ തുമ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരുടെ അധരങ്ങളിൽ നിന്നാണ് ഇത് പൊഴിഞ്ഞു വീണത്? ഒരു താഴ്ന്ന ജാതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സൂതന്റെ സംഭാവനയാണ്. എങ്ങനെയാണ് താഴ്ന്ന ജാതിക്കാരൻ അത്തരമൊരു രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുക? യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു മഹാകാവ്യം
താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ഒരു സൂതൻ്റെ നാവിലൂടെ പുറത്തേക്ക് വരിക, അദ്ദേഹത്തിൻ്റെ ആദരങ്ങളിലൂടെ പുറത്തേക്ക് വരാൻ എന്തൊരു ജ്ഞാനിയായിരിക്കും. അത്രയും ജ്ഞാനിയായിട്ടുള്ള ആളുകൾ അത് സദസ്സിലില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മഹാഭാരത കാവ്യം മുഴുവൻ ഹൃദിസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ വേദങ്ങളിലെ പാണ്ഡിത്യം എന്തായിരിക്കണം? ഇത്രയും വലിയ തോതിൽ ഇനി ഈ ജാതി വ്യവസ്ഥ തന്നെ അതൊരു തെറ്റായ രീതിയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ബ്രാഹ്മണ്യമാണെങ്കിലും ക്ഷത്രിയരാണെങ്കിലും വൈശ്യരാണെന്നുണ്ടെങ്കിലും ശൂദ്രരാണെന്നുണ്ടെങ്കിലും ഈ 4 വിഭാഗങ്ങളായി വിഭജിച്ചത് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ്. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളതിൻ്റെ യുക്തിയിലേക്ക് തന്നെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ യുക്തിയിലേക്ക് തന്നെ പോവാം. ഇത് യഥാർത്ഥത്തിൽ ദൈവിക നീതി തന്നെയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. ഇത് ദൈവത്തിൻ്റെ കൃത്യമായ സൃഷ്ടിപ്പിലെ ആ സൃഷ്ടിപ്പിന് ശേഷമുള്ള നിയമവ്യവസ്ഥിതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദൈവത്തിൻ്റെ തന്നെ കൈകടത്തലുകളാണ്. കാരണം ദൈവം സൃഷ്ടിക്കുന്നത് ഇപ്പോൾ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ചു, മനുഷ്യരെയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ച മനുഷ്യരെ മുഴുവൻ ബ്രാഹ്മണരായിട്ട് സൃഷ്ടിക്കുകയാണെന്ന് വെക്കുക. എങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോവുക? നീതി മാത്രമാണ് ദൈവം സൃഷ്ടിക്കുന്നതെന്ന് വെക്കുക. എങ്ങനെയാണ് അനീതി ഉണ്ടാവുക? അനീതി തിരിച്ചറിയുക. നീതി എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക? അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു പ്രദേശത്ത്, ആരും ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു 100 പേരെ പെട്ടെന്ന് സൃഷ്ടിക്കുകയാണ്. എല്ലാവരെയും മുതലാളിമാരാക്കിയിട്ട് സൃഷ്ടിക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്ക് ജീവിക്കാൻ കഴിയുക? മുതലാളിമാരുണ്ടാവണമെങ്കിൽ തൊഴിലാളി ഉണ്ടാവണം. വേണ്ട, അവർക്ക് വസ്ത്രം ധരിക്കണ്ടേ? ആ വസ്ത്രം ധരിക്കാൻ വസ്ത്രം നിർമ്മിക്കണ്ടേ? ആ വസ്ത്രം തയ്ക്കാൻ ആൾ വേണ്ടേ? അത് തുന്നിച്ചേർക്കാൻ ആൾ വേണ്ടേ? ഇത് വിൽപ്പന നടത്താൻ ആൾ വേണ്ടേ? കഴിക്കുന്ന ഭക്ഷണം മുതലാളിമാർ പോയി കൃഷി നടത്താൻ കഴിയും. അതിന് കച്ചവടക്കാർ വേണ്ടി, അതിന് പാടത്ത് പണിയെടുക്കുന്നവർ വേണ്ടി. എങ്ങനെയാണ് നമുക്കിത് ദൈവത്തിൻ്റെ അനീതിയാണെന്ന് പറയാൻ കഴിയുക? അതിന് ഒരു കഥ പറയുന്നു. ആ കഥയിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ നീതി എന്താണ്. ഒരു ആശ്രമത്തിൽ ഗുരുവിൻ്റെ അടുക്കൽ പുറമെ നിന്ന് വന്ന ഒരു അതിഥി അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുറച്ച് മധുര പലഹാരങ്ങൾ കൊടുക്കുക.